പാസ് ഔട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 10 ഇയേഴ്സ് ആയല്ലോ. 2015 10 ഇയേഴ്സ് ആയിട്ട് പിന്നെ എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ മിസ് ട്യൂഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷിനൊന്നും ഇപ്പം അധികം അങ്ങനെ എന്താ പറയുക, CBSE സ്റ്റുഡൻസ് ആണ് കൂടുതൽ ട്യൂഷന് വരാറുള്ളത്. സ്റ്റേറ്റ് സിലബസിന് അധികം അങ്ങനെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രിക്കാണ് ട്യൂഷന് വരാറുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ അവർ സ്വന്തമായിട്ട് പഠിക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സിലബസ് കുറച്ച് 1-2 ചാപ്റ്ററുകൾ ഞാൻ അവർക്ക് അങ്ങനെ ആവശ്യം വരുമ്പോൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സിലബസിൽ വന്നിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും എന്താണെന്നൊക്കെ ഞാനൊന്ന് അനലൈസ് ചെയ്ത് നോക്കി. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, മിസ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെയാണുള്ളത്. ആകെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നത് ഈ നറേറ്റീവ് എഴുതാനും അതുപോലെ തന്നെ പാരഗ്രാഫ് എഴുതാനും ഉള്ള ഈ 2 പാർട്സ്, നറേറ്റീവും പാരഗ്രാഫും പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ബാക്കിയെല്ലാം ഞാൻ പഠിക്കുന്ന ടൈമിലും ഉണ്ടായിരുന്നു, ഞാൻ പഠിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അങ്ങനെ വേണം പറയാൻ. കാരണം 2010 തൊട്ടിട്ട് ഇപ്പോൾ 2025 വരെ, ഇപ്പോൾ ഈ 15 ഇയേഴ്സിലായിട്ട് ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ലെസൺസ് മാത്രം 4-5 വർഷം കൂടുമ്പോൾ ലെസൺസ് ചേഞ്ച് ആവും. ഞാൻ ഈ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് പഠിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ പഠിച്ചിട്ടുണ്ട്. മദർ ടു സൺ മിസ്സിന് ഉണ്ടായിരുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു പോയം വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആദ്യമായിട്ടാണ് നിങ്ങളുടെ സിലബസിൽ റീഡ് ചെയ്തപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ആകെ എക്സ്ട്രാ അഡീഷണൽ എന്ന് പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഇപ്പോൾ കോവിഡ് ഒക്കെ കഴിഞ്ഞ ആ സമയം തൊട്ട് ഏകദേശം 2020 കഴിഞ്ഞിട്ട് വന്നൊരു മാറ്റമായിരിക്കാം പാരഗ്രാഫ് റൈറ്റിംഗ്, നറേറ്റീവ് റൈറ്റിംഗ്. അത് രണ്ടുമാണ് നിങ്ങൾക്ക് ആകെ അഡീഷണൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ചോയ്സ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതാം. അതായത് ഒന്നിൽ നിങ്ങൾ ഇപ്പോൾ ലെറ്റർ റൈറ്റിംഗ്, ഡയറി റൈറ്റിംഗ്, നോട്ടീസ് ഇതൊക്കെ ഉള്ളതുപോലെ റൈറ്റിംഗ് സ്കിൽസിൽ ഇപ്പോൾ കോമൺ ആയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലെറ്റർ എപ്പോഴും ഉള്ളതാണ്. ഞാൻ അപ്രിസിയേഷൻ എന്ന് തന്നെ പറയാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അപ്രിസിയേഷൻ ആണല്ലോ തുടങ്ങുന്നത് ഫസ്റ്റ്. അപ്പോൾ അപ്രിസിയേഷൻ ഓൾറെഡി എല്ലാവർക്കും ഉള്ളതുപോലെ ഉണ്ട്. അപ്രിസിയേഷൻ കഴിഞ്ഞാൽ പിന്നെ ലെറ്റർ റൈറ്റിംഗ് എപ്പോഴും ചോദിക്കുന്നതാണ്. ലെറ്റർ റൈറ്റിംഗ് ഫോർമലും ചോദിക്കാറുണ്ട്, ഇൻഫോർമലും ചോദിക്കാറുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. മോസ്റ്റ്ലി പബ്ലിക് എക്സാമിന് ഫോർമൽ ടൈപ്പ് ലെറ്റർ ആണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും നമ്മുടെ ക്വാർട്ടർലി ഹാഫ് ഇയർലി എക്സാംസിനൊക്കെ ഇൻഫോർമൽ ലെറ്റർ ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആനുവൽ എക്സാമിന് എപ്പോഴും ഫോർമൽ ലെറ്ററേ ചോദിക്കുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ മോഡൽ എക്സാമിന് സത്യജിത് റേ സാറുടെ ആ ലെസൺ പ്രോജക്ട് ടൈഗറിൽ നിന്നും ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഒഫീഷ്യലിന് ലെറ്റർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഫോർമൽ ലെറ്റർ ആണ്, ഒഫീഷ്യൽ ലെറ്റർ ആണ്. അപ്പോൾ അപ്രിസിയേഷൻ, ലെറ്റർ, ഡയറി, പിന്നെ ന്യൂസ് റിപ്പോർട്ടൊക്കെ ഞാനുള്ളപ്പോഴും ഉള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ന്യൂസ് റിപ്പോർട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞു? അപ്രിസിയേഷൻ പറഞ്ഞു, ലെറ്റർ പറഞ്ഞു, ഡയറി പറഞ്ഞു, പിന്നെ എക്സ്ക്യൂസ് മീ സ്റ്റുഡൻസ്, എന്നാ സോറി. അപ്പോൾ എന്താണ്, നമുക്ക് അപ്രിസിയേഷൻ, ലെറ്റർ, ഡയറി, ന്യൂസ് റിപ്പോർട്ട്, ക്യാരക്ടർ സ്കെച്ച്, നോട്ടീസ്, ഓക്കെ 6 ആയില്ലേ. ഇനിയിപ്പോൾ എന്താണ്, അഡീഷണലി നറേറ്റീവ് റൈറ്റിങ്ങും പാരഗ്രാഫ് റൈറ്റിംഗും ആണുള്ളത്. പിന്നെ പ്രൊഫൈൽ, ആസ് യൂഷ്വൽ പ്രൊഫൈൽ ഉണ്ട്. അപ്പോൾ ഞാൻ 7 ഓൾറെഡി ഞാൻ പറഞ്ഞ 7 പ്രൊഫൈൽ അടക്കമുള്ളത് മുൻപേ ഉള്ളത് തന്നെയാണ്. ഈ പാരഗ്രാഫ് റൈറ്റിങ്ങും നറേറ്റീവും ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടും സെയിം തന്നെയാണ്. പാരഗ്രാഫ് എഴുതുക എന്ന് പറഞ്ഞാലും നറേറ്റീവ് എഴുതുക എന്ന് പറഞ്ഞാലും പാരഗ്രാഫ് എന്തിനെ കുറിച്ചിട്ടാണ് എഴുതാൻ പറയുക, അതായത് ഒന്നിൽ ആ സ്റ്റോറീൻ്റെ ഓവറോൾ സമ്മറി, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ മാത്രം ചോദിക്കുന്നത് ക്യാരക്ടർ സ്കെച്ച് എന്ന് നമുക്ക് സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ നറേറ്റീവ് റൈറ്റിങ്ങും പാരഗ്രാഫ് റൈറ്റിങ്ങും വളരെ സിമിലർ ആണ്. ഞാനിത് പറഞ്ഞു വരാൻ കാരണം, നിങ്ങൾ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നറേറ്റീവും ആൻസർ ചെയ്യാം, പാരഗ്രാഫും ആൻസർ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നീലകണ്ഠ എന്ന് പറയുന്ന സ്റ്റോറി, അല്ലെങ്കിൽ പിന്നെ എന്താണ് വങ്കാലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ബാനിയൻ ട്രീ, ഇതൊക്കെ നറേറ്റീവായിട്ട് എഴുതാൻ പറയുമ്പോഴും, അല്ലെങ്കിൽ പിന്നെ അതിലത്തെ എന്തെങ്കിലും ഒരു കാര്യം പാരഗ്രാഫായിട്ട് എഴുതൂ എന്നാണ് പറയുന്നതെങ്കിലും സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ജസ്റ്റ് ആ നെയിം മാത്രം അവിടെ ചേഞ്ച് ആവുന്നു. പിന്നെ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയണം. നറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റോറി നിങ്ങൾ നറേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മളൊരു കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു കഥ എങ്ങനെ തുടങ്ങും, ആദ്യം തൊട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അതാണ് നറേറ്റീവിൽ അവർ മീൻ ചെയ്യുന്നത്. അപ്പോൾ 7 മാർക്സ് എന്ന് പറയുമ്പോൾ നറേറ്റീവ് 7 മാർക്സ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾ എഴുതാൻ എക്സ്പെക്ട് ചെയ്യും. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിന് 5 മാർക്സേ ഉണ്ടാവുള്ളൂ.
അതിന് അത്ര എഴുതണ്ട, ഒരു 1.25 പേജ് 1.5 പേജിൻ്റെ ഉള്ളിൽ എഴുതുക. 7 മാർക്സിനാകുമ്പോൾ എന്തായാലും 2 പേജ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഇപ്പോൾ ചിലവരുടേത് വളരെ കുട്ടി കുട്ടി ഹാൻഡ് റൈറ്റിംഗ്, ചെറിയ മണിമണിയായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ പേജ് നോക്കണ്ട, നിങ്ങൾ എത്ര കോണ്ടന്റ് എഴുതുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. അതേസമയം കുറച്ച് വലിയ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികളാണെങ്കിൽ പേജ് കൂടുതൽ എടുക്കേണ്ടി വരും. ഇപ്പോൾ ടീച്ചറൊക്കെ പറയുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് വലുതായിരുന്നു, ഞാൻ അങ്ങനെ കേഴ്സീവ് റൈറ്റിംഗ് ശീലിച്ച് എനിക്ക് കുറച്ച് വലിയ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നത് കൊണ്ട് കുറച്ച് പേജ് കൂടുതൽ വരും. ഇപ്പോൾ കാണുന്നവർക്ക് തോന്നും അയ്യോ ഇവള് കുറേ പേപ്പർ എടുത്ത് എഴുതിയിട്ടുണ്ടല്ലോ എന്ന്. അല്ല, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വലുതായതുകൊണ്ട് എനിക്ക് കുറച്ച് ഇപ്പോൾ ഒരു പേജ് എടുത്ത് എഴുതേണ്ട സ്ഥലത്ത് ഞാനൊരു 2 പേജ് എടുത്ത് എഴുതും. അതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് അത് മാർക്ക് എഫക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ റൈറ്റിംഗ് സ്കിൽസ് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന പോയം കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് ടോട്ടലി 5 പോയംസ് ഉണ്ട്. അപ്പം നമ്മളതിൽ ഇന്ന് നോക്കുന്നത് ഫസ്റ്റ് 2 പോയം നോക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങും പിന്നെ അതേപോലെ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, അത് രണ്ടും നമുക്ക് ഇന്ന് നോക്കാം. പിന്നെ പാസേജ് കോംപ്രിഹെൻഷൻ, അത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ സ്റ്റോറീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോസ് ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് നല്ലോണം റീഡ് ചെയ്തിട്ട് പോവുക. കാരണം അതെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഈ മീനിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടൊരു ചോദ്യം വരുന്നില്ലേ, പാസേജ് കോംപ്രിഹെൻഷൻ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ എന്താ, പാസേജ് കോംപ്രിഹെൻഷൻ അല്ലേ. പാസേജ് തന്നിട്ട് അതിന്നൊരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിലൊരു 4ാമത്തെ ക്വസ്റ്റ്യനോ 5ാമത്തെ ക്വസ്റ്റ്യനോ ആയിട്ട് ഒരു ഇത് വരുന്നില്ലേ, അതായത് ഇന്ന മീനിങ് ഉള്ള ഒരു വാക്ക് പാസേജിലുണ്ട്, ആ മീനിങ് ഉള്ള വാക്ക് സെലക്ട് ചെയ്ത് എഴുതൂ എന്ന് പറഞ്ഞിട്ട്. അതപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും മാർക്ക് ലൂസ് ചെയ്യാറുള്ള ഒരു സെക്ഷൻ ആയിരിക്കും അത്, അല്ലേ. മിസ്സിനും 1-2 പ്രാവശ്യങ്ങൾ മാർക്ക് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് 8th 9th പകുതിയൊക്കെ ആയപ്പോൾ പിന്നെ എന്താ പറയുക, കൂടുതൽ എനിക്കത് മനസ്സിലാവാൻ തുടങ്ങി, ഞാൻ അതിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഗ്ലോസറി നല്ലോണം പഠിച്ചു പോവുക. ഗ്ലോസറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗ്ലോസറി, വാട്ട് ഈസ് ഗ്ലോസറി? ഗ്ലോസറി സെക്ഷൻ അല്ലേ എല്ലാ ടെക്സ്റ്റ് ബുക്സിലും. ഓരോ ലെസൺ എന്താണ് എന്താണ് ഗ്ലോസറി എന്ന് പറഞ്ഞാൽ എന്താണ്, മീനിങ്സ് ആണ്, വേർഡ്സിന്റെ മീനിങ്സ്. അത് നല്ലോണം പഠിച്ചു പോവുക. ഗ്ലോസറിയിലുള്ള വേർഡ്സേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുള്ളൂ. അല്ലാത്ത ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഗ്ലോസറിയിൽ തരിക. അങ്ങനെ ഇപ്പോൾ ഗ്ലോസറിയിൽ ഇല്ലാത്ത വേർഡാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾക്ക് അറിയുന്ന വേർഡായിരിക്കും. ഓക്കെ, യെസ്, അർത്ഥങ്ങളാണ് ഗ്ലോസറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ഇംഗ്ലീഷ് എക്സാമിന്റെ തലേ ദിവസം വരെ വെച്ചിരിക്കേണ്ട, ഒരു 4 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലെസൺസ് ഓരോന്നായിട്ട് റീഡ് ചെയ്യാൻ തുടങ്ങുക. പോയം അവിടെ നിൽക്കട്ടെ, ആദ്യം പ്രോസ് ഒക്കെ നല്ലോണം റീഡ് ചെയ്യുക. പ്രോസ് ലെസൺസ് റീഡ് ചെയ്യുമ്പോൾ ഓരോ ലെസണിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. പിന്നെ അതേപോലെ ഗ്ലോസറീസ് റെഫർ ചെയ്യാം. ആ വേർഡിൻ്റെ മീനിങ് എന്താണ്, എവിടെയാണ് ആ വേർഡ് വരുന്നത്, ഏത് പാരഗ്രാഫിലാണ് വരുന്നത് നോക്കി വെക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് പ്രോസ് നിന്നും പഠിക്കാനുള്ളത്. പിന്നെ അതിന്ന് ചോദിക്കുന്ന ക്യാരക്ടർ സ്കെച്ചും അതേപോലെ ന്യൂസ് റിപ്പോർട്ടും ഈ കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് എഴുതി ശീലിക്കേണ്ടതാണ്. വീട്ടിൽ നിന്ന് ബൈഹാർട്ട് പഠിച്ചു വരേണ്ടതാണ് ഞാൻ പറയുന്നത്. ഗ്ലോസറിയും പിന്നെ അതേപോലെ ലെസൺസിലെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസസ് അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടത്. ക്യാരക്ടർ സ്കെച്ചും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. റൈറ്റപ്പ് ഒക്കെ എങ്ങനെയാണ്, നമുക്ക് കുറേ റീഡ് ചെയ്ത് ശീലമുള്ളവർക്ക് റൈറ്റപ്സ് ഒക്കെ എളുപ്പം എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ വായിച്ച് തന്നെ വീണ്ടും വീണ്ടും വായിക്കുക. പിന്നെ എക്സാമ്പിൾ മോഡൽ ഇതുണ്ടെങ്കിൽ കുറേ എടുത്ത് നോക്കുക. നെറ്റൊക്കെ നിങ്ങൾക്ക് ഫോണൊക്കെ ഉള്ളൊരു ടൈം ആയതുകൊണ്ട്, ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഫോൺ വന്നിട്ടുണ്ട്, പക്ഷേ ആക്സസ് ഉണ്ടായിരുന്നില്ല. അതായത് വീട്ടിൽ സ്മാർട്ട് ഫോൺ വാങ്ങിയത് തന്നെ ഞാൻ +2 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് തന്നെ. ഞാൻ സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് +2 എക്സാം കഴിഞ്ഞിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ കോളേജിൽ ചേർന്ന സമയത്തിൽ. എൻ്റെ അച്ഛൻ ഞാൻ +1 കഴിഞ്ഞ് +2 ആ സമയത്താണ് സ്മാർട്ട് ഫോൺ വാങ്ങുന്നത്. അപ്പോൾ 10th എക്സാമിനൊക്കെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ആവശ്യത്തിന് മാത്രം ആക്സസിബിൾ ആയിരുന്നു. കാരണം ബുക്കിലുള്ളത് തന്നെ പഠിക്കാൻ ടൈം കറക്റ്റ് ആയിരുന്നു. പിന്നെ കൂടുതൽ റെഫറൻസിനൊന്നും വേണ്ടി വന്നില്ല. ഞാൻ പിന്നെ ഈ ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ലേബർ ഇന്ത്യ വാങ്ങുമായിരുന്നു. ഓക്കെ, അത് നല്ലോണം നോക്കി പഠിച്ചിട്ട് പോവായിരുന്നു. അല്ലാണ്ട് 2ഉം 3ഉം ഗൈഡൊന്നും വെച്ച് ടീച്ചർ പഠിച്ചിട്ടില്ല. കാരണം ഒന്ന് പഠിക്കാൻ തന്നെ നമുക്ക് ടൈം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഒരുപാട് എല്ലാം വാരി വലിച്ച് വായിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, ഓർമ്മ നിൽക്കില്ല. അപ്പോൾ നല്ലോണം റീഡ് ചെയ്തിട്ട് എക്സാമിന് പോവാം. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ പ്രോസ് ആൻഡ് സ്റ്റോറി സെക്ഷനിൽ പറയാനുള്ളത്. പോയം കോംപ്രിഹെൻഷൻ നമ്മളിതപ്പോൾ നോക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് പിന്നെ എന്താണ്, ഗ്രാമർ പിന്നെ
നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്സ്, പ്രിപ്പസിഷൻസ്, പിന്നെ എന്താ നിങ്ങൾക്ക് ചോദിക്കുന്നത്, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, ഫ്രേസൽ വേർബ്സ്, നൗൺ ഫ്രേസ്, ഇത്രയല്ലേ ഈ 6 ടോപ്പിക്കുകളാണ്. ഹാഡ് ബെറ്റർ ഒക്കെ പിന്നെ ഒറ്റ മാർക്കിന് ഒരു സെൻറ്റൻസ് ഫില്ല് ചെയ്യാനേ ചോദിക്കുന്നുള്ളൂ. കാര്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് എവിടേക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക, റിപ്പോർട്ടഡ് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച്, അതിന് 4 മാർക്ക് അല്ല 2 മാർക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ക്വസ്റ്റ്യൻ ടാഗ്സ്, കോൺവെർസേഷൻ്റെ ഇടയിൽ കൂടെയാണ് അവർ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സ്, അത് 2 മാർക്ക്. ഹാഡ് ബെറ്റർ 1 മാർക്ക്. പിന്നെ വേറെ എന്തെങ്കിലും 1-2 ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതിന് 1 മാർക്കോ 2 മാർക്കോ. പിന്നെ ഫ്രേസൽ വേർബ്സിന് 4 മാർക്ക്, എഡിറ്റിങ്ങിന് 4 മാർക്ക്, പ്രിപ്പസിഷൻസിന് 4 മാർക്ക്. പിന്നെ നൗൺ ഫ്രേസ് കണ്ടുപിടിക്കാൻ, നൗൺ ഫ്രേസ് ഒക്കെ വളരെ ഈസി അല്ലേ, ഞാൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നല്ലേ, ആ മെത്തേഡ് ഫോളോ ചെയ്യുക. അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് എടുത്ത് നോക്കുക. ഏകദേശം അതിലെ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് നമ്മൾ ഗ്രാമർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ബൈ വില്യം വേർഡ്സ്വർത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോയം നിങ്ങൾ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what does the expression I sat reclined indicate about the poet's state of mind? അതായത് പോയറ്റിൻ്റെ എന്ത് അവസ്ഥയാണ് ആ ഒരു ലൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. I sat reclined. So it indicates that the poet was quite relaxed. Reclined എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നതിനാണ് reclined എന്ന് പറയുന്നത്. റിക്ലൈനിങ് ചെയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇങ്ങനെ നമുക്ക് പഴയ ഈസി ചെയർ പോലെ ഇങ്ങനെ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ഓസിലേറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന ചെയറിനെയാണ് റിക്ലൈനിങ് ചെയർസ് എന്ന് പറയാം. സോ റിക്ലൈനിങ് എന്ന് പറഞ്ഞാൽ reclining means to sit relaxed. So it indicates that the poet was quite relaxed എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാണുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഗ്രാമർ വരുന്നത്. ഗ്രാമറിൽ പ്രിപ്പസിഷൻ, എഡിറ്റിംഗ്, ഫ്രേസൽ വേർബ്സ്, റിപ്പോർട്ടഡ് സ്പീച്ച്, കോൺവെർസേഷൻ കംപ്ലീറ്റ്. കോൺവെർസേഷൻ കംപ്ലീറ്റിൽ ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ ടാഗ്സ്. കോൺവെർസേഷനിലാണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. പിന്നെ അതേപോലെ തന്നെ പ്രിപ്പസിഷൻ, എഡിറ്റിംഗ്, അത് സെപ്പറേറ്റ് വരും. ഫ്രേസൽ വേർബ്സ് സെപ്പറേറ്റ് വരും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഗ്രാമറിൽ ഇത്രയും ടോപ്പിക്സേ നിങ്ങൾക്കുള്ളൂ. ഹാഡ് ബെറ്റർ ഒക്കെ ഞാൻ നോക്കി, ആകെ 1 മാർക്ക്. ഹാഡ് ബെറ്റർ വെച്ചിട്ട് ഈസിയാണ്. എപ്പോഴും നമ്മൾ ഹാഡ് ബെറ്റർ പ്ലസ് V1 ഫോം യൂസ് ചെയ്യുക. അതിൽ അത്രേ പഠിക്കാനുള്ളൂ. ഹാഡ് ബെറ്ററിൻ്റെ കൂടെ V1 ഫോം ഓഫ് ദ വേർബ്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ ടുമോറോ, അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ ഈറ്റ് ഫുഡ് പ്രോപ്പർലി, യു ഹാഡ് ബെറ്റർ ഗോ ടു സ്കൂൾ ഓൺ ടൈം, യു ഹാഡ് ബെറ്റർ അറ്റൻഡ് ദ ഓൺലൈൻ ക്ലാസ്സസ് റെഗുലർലി. നോക്കൂ എത്ര സെൻറ്റൻസസ്, എനിക്ക് ഇപ്പോൾ 4-5 ഞാൻ പറഞ്ഞില്ലേ. യു ഹാഡ് ബെറ്റർ കം ടു ദ ക്ലാസ് എവറി ഡേ. അപ്പോൾ എപ്പോഴും V1 ഫോം യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഗ്രാമർ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നൗ മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ പോയറ്റ് ഫീൽ സാഡ് വൈൽ റിക്ലൈനിങ് ഇൻ ദ ഗ്രൂവ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് പോയറ്റിന് ഗ്രൂവ് എന്ന് പറഞ്ഞാൽ ആ ഗാർഡൻ അല്ലെങ്കിൽ ആ ഒരു പാർക്ക് സൈഡിൽ ഇരിക്കുകയാണല്ലോ, അവിടെ ഇരിക്കുമ്പോൾ വൈ ഈസ് ഹി ഫീലിംഗ് സാഡ്? സോ the poet feels sad because sad thoughts occupy his mind. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മുഴുവനും സങ്കടകരമായ തോട്ട്സുകൾ വന്ന് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. He thinks how man mistreats man and brings unhappiness around. അപ്പോൾ എന്താണ് ആ സാഡ് തോട്ട്, വിഷമം കൊണ്ടുവരുന്നത്? നല്ല ഹാപ്പി ആയിരുന്നല്ലോ, പെട്ടെന്ന് എന്താണ് ആ സാഡ് തോട്ട് വന്നത്? He thinks how man mistreats man. മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനെ തന്നെ മിസ്ട്രീറ്റ് ചെയ്യുന്നത്, അതായത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് ഇൽ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിസ്ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മോശമായിട്ട് പെരുമാറുക. ഹൗ മാൻ മിസ്ട്രീറ്റ്സ് മാൻ ആൻഡ് ബ്രിങ്സ് അൺഹാപ്പിനെസ് അറൗണ്ട്. എങ്ങനെയാണ് മാൻ തന്നെ മാനിനെ മിസ്ട്രീറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ സൊസൈറ്റിയിൽ ചീറ്റിംഗ് ഒരുപാട് നടന്നു വരുന്നുണ്ട് അല്ലേ, ബിട്രയൽ ഒരുപാട് നടന്നുണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണം നടന്നു വരുന്നുണ്ട്. പാവപ്പെട്ടവനെ പൈസക്കാരൻ ചൂഷണം ചെയ്യാണ്, അല്ലെങ്കിൽ സാധാരണക്കാരൻ ചൂഷണം ചെയ്യുകയാണ്, വിവരമുള്ളവൻ വിവരം കുറഞ്ഞവനെ ചൂഷണം ചെയ്യാണ് അല്ലേ. നമ്മളെക്കാട്ടിലും വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളാണെങ്കിൽ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്, കാരണം അവർക്ക് നമ്മളുടെ അത്ര ലോക വിവരം ഉണ്ടാവില്ല, വിദ്യാഭ്യാസം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് മാൻ മിസ്ട്രീറ്റിംഗ് മാൻ എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഭീകരമായ രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ വാർ, ഫൈറ്റ്, ബൗണ്ടറി, അതിർത്തി പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. പിന്നെ കുറേ തരത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൈം നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്, മിസ്ട്രീറ്റിംഗ് തന്നെയാണ്. ഓൾറൈറ്റ്, നൗ ഇതൊക്കെ പോയറ്റിന് എങ്ങനെ അറിയാം ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ? അപ്പം നിങ്ങൾക്ക് സംശയം വരാം,
ഇന്ന് നടക്കുന്ന അത്രയും കാര്യങ്ങൾ ഇപ്പോൾ വില്യം വേർഡ്സ്വർത്തിന്റെ കാലത്തൊന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അന്ന് പോപ്പുലേഷൻ കുറവായിരിക്കും, ഇത്ര ബിസി വേൾഡ് ആയിരിക്കില്ല, ആയിട്ടുണ്ടാവില്ല, എല്ലാവരും ഒന്നും അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല, ഈ സിറ്റി ലൈഫൊക്കെ അത്ര ഇന്നത്തെ പോലെ അന്ന് അത്ര പോപ്പുലർ ആയിരിക്കില്ല. പക്ഷെ അന്നും ഇതിൻ്റെയൊക്കെ ട്രേസസ് ഉണ്ടായിരുന്നു. എത്ര പേര് മഹാഭാരതം വായിച്ചിട്ടുണ്ട്? മഹാഭാരതം എന്ന് പറയുന്നത് ഇന്ത്യസ് എപ്പിക്കാണ് മഹാഭാരത. അല്ലെങ്കിൽ നിങ്ങളുടെ മഹാഭാരത, രാമായണ ഇങ്ങനത്തെ സ്റ്റോറീസിലൊക്കെ എത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? മഹാഭാരതത്തിൽ ദുര്യോധനൻ ഉണ്ടായിരുന്നു, അതിൽ വില്ലൻ ദുര്യോധനനാണ്, ശകുനിയാണ് അതിലത്തെ വില്ലൻ. അപ്പൊ അന്നൊന്നും ഇത്രയും ജനങ്ങളൊന്നും ഇല്ലല്ലോ, എന്നിട്ട് അന്ന് ഇത്രയും വലിയ ചതികളൊക്കെ നടന്നില്ലേ അല്ലെ? പഞ്ചപാണ്ഡവരെ ചതിച്ചു. അപ്പൊ അന്നേ ഇതൊക്കെ ഉണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മളിപ്പോ കാണുന്ന ഈ ജനറേഷനിൽ കാണുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് വേർഡ്സ്വർത്ത് എഴുതിയിരിക്കുകയാണ് ഈ പോയം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡസ് ദ പോയറ്റ് അസോസിയേറ്റ് വിത്ത് നേച്ചർ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് പോയറ്റ് എങ്ങനെയാണ് നേച്ചറിനെ തൻ്റെതായി കാണുന്നത്, അല്ലെങ്കിൽ താൻ എങ്ങനെയാണ് നേച്ചറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്, അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. He associates himself with nature by thinking that his soul is linked with nature. അദ്ദേഹത്തിൻ്റെ ആത്മാവ് നേച്ചറുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. നേച്ചർ ആൻഡ് മാൻ ഷെയർ ദ സെയിം സോൾ ആൻഡ് ദേ ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. മനുഷ്യനും പ്രകൃതിയും ഒരേ ആത്മാവ് തന്നെയാണ്, അവരുടെ ആത്മാക്കൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്, ഒരേ ആത്മാക്കളാണ് അത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. Now, the fourth question is also important. And much it grieved my heart to think. What do these lines convey? അദ്ദേഹം പറയുന്ന ഒരു ലൈനാണ്, ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക്. എൻ്റെ ഹൃദയം അത്രയും വിഷമിച്ചാണ് ആ കാര്യം ചിന്തിച്ചത്. എന്താണ് ആ ചിന്തിച്ച കാര്യം? These lines convey the sadness of the poet who sees how man mistreats his fellow beings. The wars and bloodshed that man makes is against the principle of nature. Nature asks us to enjoy the peace and beauty that God has given us. But we quarrel and fight, making us unhappy all the time. അപ്പോൾ എന്താണ് പോയറ്റ് എന്തുകൊണ്ടാണ് സാഡ് ആയിരിക്കുന്നത്? ബിക്കോസ് മാൻ മിസ്ട്രീറ്റ്സ് ഹിസ് ഫെലോ ബീയിങ്സ്. ഫെലോ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവനെ, കൂടെ ജീവിക്കുന്നവനെ അവരെന്താണ് മാൻ മിസ്ട്രീറ്റ് ചെയ്യാണ്. വാർസ് ആൻഡ് ബ്ലഡ്ഷെഡ്സ്, യുദ്ധവും എന്താ പറയുക, രക്തപ്പുഴ ഒഴുകുന്നു എന്നൊക്കെ മലയാളത്തിൽ പറയുമല്ലോ, അതുപോലെ ബ്ലഡ് ഷെഡ്സ് ആൻഡ് വാർസ്, ഇതെല്ലാം എന്താണ് മാൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഓൾ ദീസ് ആർ അഗെയിൻസ്റ്റ് ദ ലോസ് ഓഫ് നേച്ചർ. പ്രകൃതിയിൽ ഇതൊന്നും പാടില്ല എന്നാണ് നിയമം. നേച്ചർ ആസ്ക്സ് us ടു എൻജോയ്, ഓൾവേസ് എൻജോയ് ദ പീസ് ആൻഡ് ബ്യൂട്ടി. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക, പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ സമാധാനം നേടുക, ഇതൊക്കെയാണ് നമ്മളോട് എപ്പോഴും ഗോഡ് ഓർ നേച്ചർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെ റിലീജിയസ് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു നോക്കിയാലും അതുണ്ടാവും. ബട്ട് വി ക്വാറൽ ആൻഡ് ഫൈറ്റ്, മേക്കിംഗ് അസ് അൺഹാപ്പി ഓൾ ദ ടൈം. നമ്മൾ പക്ഷെ അങ്ങനെയാണോ ജീവിക്കുന്നത്? കറക്റ്റായിട്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് മേക്സ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്? അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ശരിക്കും നമ്മളൊക്കെ ചിന്തിച്ച് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊക്കെ ശരിക്കാണോ ജീവിക്കുന്നത് എന്നുള്ളത്? ആണോ? പ്രോപ്പറായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. അപ്പോൾ ആണെങ്കിൽ സന്തോഷം, നല്ലത്. അല്ല എന്നാണെങ്കിൽ നമ്മൾ തന്നെ സ്വയം നമ്മുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി മാറേണ്ട സമയമാണ്. ഓക്കെ, ഫിഫ്ത്ത് വൺ. വാട്ട് മേക്സ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്? ഇതൊരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഓരോ പൂവും അതിൻ്റെ നിലനിൽപ്പ് ആസ്വദിക്കുന്നുണ്ട്. ഇറ്റ് എൻജോയ്സ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. അതെങ്ങനെ മനസ്സിലാവും നമുക്ക്? ബിക്കോസ് വെൻ എ ഫ്ലവർ ബ്ലൂംസ് ഇറ്റ് ഈസ് ലൈക്ക് സ്മൈലിംഗ്. നാച്ചുറലി ദ ഫ്ലവർ ഈസ് എൻജോയിങ് ഇറ്റ്സ് ടൈം ഓൺ എർത്ത്. It will not last for a long time, but when it is alive, it enjoys its time, and that is why it opens its petals and gives a broad smile to us. ഇതൊരു ഇമാജിനറി കോൺസെപ്റ്റ് ആണ്. പോയറ്റിന് തോന്നിയ ഒരു ഇമാജിനേഷനാണ്. പൂക്കൾ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുന്നത്? ബിക്കോസ് ദേ ബ്ലൂം ആൻഡ് ദേ സ്മൈൽ ഇൻ ഫ്രണ്ട് ഓഫ് us. ഇറ്റ് മീൻസ് ദേ ആർ വെരി ഹാപ്പി. പൂക്കൾക്ക് ഒരുപാട് ലൈഫ് ഉണ്ടോ? നമ്മളൊന്ന് പറിച്ചാൽ കഴിഞ്ഞു. നമ്മൾ പറിക്കാണ്ട് അവിടെ തന്നെ വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ വാടിക്കൊഴിയും, 2 ദിവസം കഴിഞ്ഞാൽ വാടും, കൊഴിഞ്ഞു പോവും. ബട്ട് അത്രയും ദിവസം അതെന്താണ്, ഹാപ്പിയാണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യം നോക്കൂ. ഇത്ര ലൈഫ് സ്പാൻ കിട്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അതാണ്.
Sixth question, what is the nature's holy plan? How does man work against it? നേച്ചറിൻ്റെ ഹോളി പ്ലാൻ, ഹോളി എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള പ്ലാൻ എന്താണ്, മനുഷ്യൻ പക്ഷെ എങ്ങനെയാണ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അതിനെതിരായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, മാൻ എന്താണ് ചെയ്യുന്നത്. നേച്ചേഴ്സ് ഹോളി പ്ലാൻ ഇസ് ടു മേക്ക് എവരിതിങ് ആൻഡ് എവ്രിബഡി ഹാപ്പി. പ്രകൃതിയുടെ ലക്ഷ്യം എന്താണ്? ടു മേക്ക് എവ്രി വൺ ഹാപ്പി, എവറിത്തിങ് ഹാപ്പി, എൻജോയിങ് ദ ഗുഡ് തിങ്സ് ദാറ്റ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ്. But man works against this and spends his time quarreling and fighting with others. He is greedy and often spends his life getting and spending money without enjoying the beauty of nature. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? വി ആർ ഗ്രീഡി, മണി 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ വി ഫൊർഗെറ്റ് ടു എൻജോയ് അവർ ലൈഫ്. ഓക്കെ, എത്ര പേരുണ്ട് നമുക്ക് ചുറ്റും? കുറേ പേര് ഭയങ്കര ജോബ് ബിസി ആയിരിക്കും, അവർ വലിയ വലിയ ജോലിയിലായിരിക്കും, പക്ഷെ അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ. അവരുടെ കുട്ടികളെ പോലും നോക്കുന്നത് ചിലപ്പോൾ ആയാമാരായിരിക്കും. സ്വന്തം കുട്ടികളെ പോലെ അവർ അവരുടെ കൂടെ ഇരുത്തി ടൈം സ്പെൻഡ് ചെയ്യിക്കാറുണ്ടാവില്ല. ബിക്കോസ് ദേ ആർ ബിസി ഇൻ മേക്കിംഗ് മണി. അവർക്ക് പൈസ കിട്ടിയാൽ മതി. ദേ ആർ ബിസി ഇൻ ഏർണിംഗ്. ഓക്കെ, സോ മണി വേണം, മണി ഈസ് റിക്വയർഡ്. ബട്ട് നമ്മൾ എപ്പോഴും മണി മണി പൈസ പൈസ എന്ന് പറഞ്ഞ് പിന്നാലെ പോയാൽ ജീവിതത്തിൽ എൻജോയ്മെൻറ്റ്സ് വേണ്ടേ? ഓക്കെ. Seventh question, suggest an alternative title for the poem. Alternative title നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ളത് കൊടുക്കാം. ഞാൻ ഇതിൽ ജസ്റ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്ന് കൊടുത്തു. അന്ന് ഞാൻ പറഞ്ഞ അത് തന്നെ സെയിം എനിക്കും ഇത് തോന്നി. ഞാനിത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ കൊടുത്തത് തന്നെയാണ് എനിക്ക് തോന്നിയത്. നേച്ചേഴ്സ് ബ്യൂട്ടി, ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, അല്ലെങ്കിൽ ദ ഗ്രീൻ മദർ, അങ്ങനെയൊക്കെ കൊടുക്കാം. എന്ത് വേണമെങ്കിലും കൊടുക്കാം. ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഓർ മദർ നേച്ചർ, അല്ലെങ്കിൽ നേച്ചേഴ്സ് പാരഡൈസ്. എന്താണ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ? ദ ഗ്രീൻ പാരഡൈസ്, അങ്ങനെയൊക്കെ കൊടുക്കാം. വാട്ട് ഈസ് പാരഡൈസ്? ഹെവൻ എന്ന് പറയില്ലേ, അതാണ് പാരഡൈസ്. പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഹെവൻ, സ്വർഗം, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, നൗ എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഇസ് വൺ ഓഫ് ദ most sinking expressions in the poem, lines written in early spring. Sinking expressions എന്ന് പറഞ്ഞാൽ മനുഷ്യന്, റീഡേഴ്സിനെ ഉള്ളോട്ടേക്ക് താഴ്ത്തുന്ന ഒരു ലൈനാണത്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഫീലിംഗ്സ് ഓഫ് വേർഡ്സ്വർത്ത്, ദ പോയറ്റ്, ആൻഡ് ഹിസ് തോട്ട്സ് അബൌട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് നേച്ചർ. സോ this line, what man has made of man, describes the inner feelings of Wordsworth and his thoughts about human activities against nature. So what made the poet think so? എന്തുകൊണ്ടാണ് പോയറ്റിന് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്? സെയിം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ. ദ ഹ്യൂമൻ വേൾഡ് ഈസ് ഫുൾ ഓഫ് quarrels and fights. It is full of pain, misery, disease and death. The misery is caused by man himself as he does not love his fellow beings and help others. വേണമെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. man is greedy and lusty. ഗ്രീഡി ആണ്, ലസ്റ്റീമാണ്. എപ്പോഴും ആർഭാടം, ആർത്തി, അതിനെയാണ് നമ്മൾ ഗ്രീഡി ആൻഡ് ലസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ 9th ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങൾക്ക് പൊയറ്റിക് ഡിവൈസ് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 9th വൺ പറയുന്നത്, വില്യം വേർഡ്സ്വർത്ത്സ് പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഇസ് അപ്പീലിംഗ് ടു റീഡേഴ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പൊയറ്റിക് ഡിവൈസസ്. ഫിൽ ഇൻ ദ ബോക്സസ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ് ഫ്രം ദ പോയം. ഇപ്പോൾ ബോക്സസ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇത് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കാം, ഒരു ബോക്സിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. പെർസോണിഫിക്കേഷനും ഇമേജറിയും, പിന്നെ ഇത് രണ്ടും മാത്രം. പെർസോണിഫിക്കേഷൻസും ഇമേജറിയുമാണ് ഈ പോയത്തിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് പോയറ്റിക് ഡിവൈസസ്. ഈ പോയം നമുക്ക് എൻജോയ് ചെയ്ത് വായിക്കാൻ പറ്റുന്നത് തന്നെ അതുകൊണ്ടാണ്, ഈ പോയറ്റിക് ഡിവൈസസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ഹ്യൂമൺ ആയിട്ടുള്ള ക്രിയേച്ചേഴ്സിന് അല്ലെങ്കിൽ തിങ്സിന് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുക. ഓക്കെ, ആനിമേറ്റ് ചെയ്യുക, അതിനെയാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടു ഹെർ ഫെയർ വർക്ക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടു ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ, ഇവിടെ ആരെയാണ് അവളുടെ എന്ന് പറയുന്നത്? നേച്ചറിനെ. സോ നേച്ചർ ഇസ് പെർസോണിഫൈഡ് ആസ് എ വുമൺ. വുമണിനെ നമ്മൾ നേച്ചറിനെ നമ്മൾ എപ്പോഴും ഒരു വുമൺ ആയിട്ടാണ് കാണുന്നത്. ഭൂമിനെ നമ്മൾ മാതാവ് എന്നല്ലേ പറയാ, ഭൂമി മാതാവ് എന്നല്ലേ പറയാ, ഏർത്തിനെ അതുപോലെ ഭാരത മാതാവ് എന്നല്ലേ പറയാ. അതേപോലെ നേച്ചർ ഇസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ സ്ത്രീ, ആസ് എ വുമൺ.
ഓക്കെ. ദെൻ ദ പെരിവിങ്കിൾ ട്രെയിൽഡ്. പെരിവിങ്കിൾ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിന്റെ നെയിമാണ്. പെരിവിങ്കിൾ ഇസ് പെർസോണിഫൈഡ് ആസ് എ ഫോളോവർ. പെരിവിങ്കിളിനെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ദ പെരിവിങ്കിൾ ട്രെയിൽഡ്. ഓക്കെ. പിന്നെ ദ ഫ്ലവർ എൻജോയ്സ് ദ എയർ. ദ ഫ്ലവർ ഇസ് ഓൾസോ ട്രീറ്റഡ് ആസ് എ പേഴ്സൺ. പെർസോണിഫിക്കേഷൻ്റെ ഈ ലൈൻസുകൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അപ്രിസിയേഷൻ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ലൈൻസ് ഒക്കെ കോട്ട് ചെയ്യാം. അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് അപ്രിസിയേഷൻ ഈ 2 പോയിന്റ്സ് എന്ന് ഒന്നേ ചോദിക്കുള്ളൂ. ഒന്നിൽ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അല്ലെങ്കിൽ ഏതാണ് കഴിഞ്ഞ പബ്ലിക് എക്സാമിനും ചോദിച്ചത് ആ പോയമാണ്. നിങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചിരിക്കുന്നതും ആ പോയമാണ്. വിച്ച് ഇസ് ദറ്റ് പോയം? ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. യെസ്, ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നല്ലോണം അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ അതാണ് ഏറ്റവും ലോങ് പോയം, അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ പോയം ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ചോദിക്കാം. കഴിഞ്ഞ വർഷവും അതായതുകൊണ്ട് ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 പോയംസിലത്തെയും പോയറ്റിക് ഡിവൈസും കാര്യങ്ങളൊക്കെ ഒന്ന് തറവാക്കുക. ഇമേജറി എന്തൊക്കെയാണ്? ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. അതൊരു വിഷ്വൽ ഇതാണ്. അതായത് എനിക്ക് ചുറ്റുമുള്ള ബേർഡ്സുകൾ തുള്ളിക്കളിച്ചു. ഹോപ്ഡ് ആൻഡ് പ്ലേഡ് എന്ന് പറയുന്നത് ഒരു ഇമേജാണ്, ഇമേജറിയാണ്. ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. അതൊരു ഓഡിറ്ററി ഇമേജാണ്. ഞാനൊരു 1000 ബ്ലെൻഡഡ് നോട്ട്സ് കേട്ടു. അപ്പോൾ കേട്ടു എന്ന് പറയുന്നത് ഒരു ഓഡിറ്ററി ഇമേജറിയാണ്, കേൾവി റിലേറ്റഡ് ആയിട്ടുള്ള. വിഷ്വൽ പിന്നെ എന്താണ്? ത്രൂ പ്രിംറോസ് ടഫ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീത്സ്. അതും വീണ്ടും ഒരു വിഷ്വൽ ഇമേജറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 വിഷ്വലായി, ഒരു ഓഡിറ്ററി ആയി. പിന്നെ എന്താണ്? ദ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. ഇതും വിഷ്വൽ. 3 വിഷ്വൽസ് ഉണ്ട്. പിന്നെ റൈം സ്കീം കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എ ബി റൈം സ്കീം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്രിസിയേഷൻ ഓഫ് ദ പോയം. ഒരു ക്വസ്റ്റ്യൻ. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് the human soul that through me ran. These lines speak about man's vital relationship with nature. Discuss and write an appreciation of the poem. പോയത്തിൻ്റെ അപ്രിസിയേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്രിസിയേഷൻ നിങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്, ഇല്ലെങ്കിൽ ഇതൊന്നൊരു ക്വിക്ക് റീഡ്, ഒരു പ്രാവശ്യം ഞാൻ റീഡ് ചെയ്യാം. ഓക്കെ. The poet says that while sitting reclined on a woodland grove, his mind was filled with several thoughts. While he finds solace എന്ന് പറഞ്ഞാൽ ആശ്വാസം, സാന്ത്വനം. While he finds solace in the nature's beauty, the same beauty also reminds him of sad thoughts. The speaker appreciates the nature for her godlike abilities of linking a human soul to herself, but he also feels grief while thinking about how cruelly man has separated himself from Mother Nature. The poet is highly appreciative of nature's beauty. He finds delight in the green bowers and has faith that the beautiful flowers enjoy every ounce of the air they breathe, and they are thankful for living beside the nature. The speaker observes the birds which sing and hop around him. He is in awe of these creatures. അദ്ദേഹത്തിന് ഈ ക്രിയേച്ചേഴ്സിനോടൊക്കെ അത്ഭുതമാണ് തോന്നുന്നത്. awe. Though the speaker does not understand their language and ways, he does recognize that the birds are creating all these movements out of pleasure and joy. The breeze blowing is sweet and light. The twigs are spreading out as if to catch the sweet, cool air. And all the poet can do is gather pleasure in their existence. The all ആണ് കേട്ടോ. And all the poet can do is gather pleasure in their existence. The speaker questions that if this heaven and this is the holy plan of nature, then what man has made to himself is really bad, really bad. Man has separated himself from such joy and is spending his time in hating and quarreling one another and fighting wars. Now, poet's structure parayana. The poem has 6 quatrains and the rhyming scale ABAB. There are examples of personification. There is fine visual and auditory imagery.
We too feel like the poet reclining in the grove, watching the flowers and listening to the music of the birds. Nature is really beautiful. ഇത്രയും എഴുതിയാലും മതി. ഓക്കെ, ഇതിലിപ്പോൾ 6 ക്വാർട്ടറൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ 6 സ്റ്റാൻസാസിനെയാണ് 6 ക്വാർട്ടറൈൻസ് എന്ന് പറയുന്നത്. ആൻഡ് റൈം സ്കീം വന്നിട്ട് എ ബി ആണ്. ഓക്കെ, നൗ സോ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആകെ കൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററിൽ 10 ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഇപ്പം നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്സ് ചോദിച്ചിട്ടല്ലോ. റീഡ് ദ ലൈൻസ് ഫ്രം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അതിൽ ഈ 2 സ്റ്റാൻസ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് സ്പെസിഫിക് തോട്ട് ബ്രോട്ട് സോറോ ടു ദ പോയറ്റ്സ് ഹാർട്ട്. അത് നമ്മൾ ഇത്രയും നേരം നോക്കി എന്താണെന്നുള്ളത്. അത് ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് റിലേറ്റഡ് ആണ്? വാട്ട് സ്പെസിഫിക് തോട്ട് ബ്രോട്ട് സാഡ്നെസ് ടു ദ പോയറ്റ്. ഓക്കെ, അപ്പോൾ അതിന് ഇപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ, വാട്ട് സ്പെസിഫിക് തോട്ട് ബ്രോട്ട് സോറോ ടു ദ പോയറ്റ്സ് ഹാർട്ട്. ഇവിടെ ഇത് എഴുതി കൂടെ, വൈ ഡസ് ദ പോയറ്റ് ഫീൽ സാഡ് വൈൽ റിക്ലൈനിങ് ഇൻ ദ ഗ്രൂവ്. സെയിം അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അപ്പോൾ ഹീ ഫീൽസ് സാഡ്, അപ്പോൾ അവിടെ എഴുതുമ്പോൾ the poet feels sad because sad thoughts occupy his mind. He thinks how man mistreats man and brings happiness around. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. He thinks how man mistreats man and brings unhappiness around. ഇത് എഴുതിയാൽ 1 മാർക്ക് കിട്ടി, 1 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് അത് വരുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. Which literary device in the line I heard 1,000 blended notes. I heard 1,000 blended notes എന്നുള്ളത് ഇമേജറി ആണ്, ഓഡിറ്ററി ഇമേജ് ആണ്. അപ്പോൾ I heard 1,000 blended notes ഇമേജ് തന്നെ എന്ത് തരം ഇമേജ് ആണ്? ഹൈപ്പർബോൾ ആണ്. ഓക്കെ, ഒരിക്കലും നമുക്ക് അത്ര 1000 നോട്ട്സ് ഒന്നും ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല, പക്ഷെ അതൊരു ഹൈപ്പർബോൾ ആണ്. ഓക്കെ, മെറ്റഫർ അല്ല, പെർസോണിഫിക്കേഷൻ അല്ല, അലിട്രേഷൻ അല്ല. Then how did nature establish a connection with the poet's soul? അതും നമ്മൾ നോക്കി. നേച്ചർ പോയറ്റിൻ്റെ സോളായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? അതാ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഹൗ ഡസ് ദ പോയറ്റ് അസോസിയേറ്റ് ഹിംസെൽഫ് വിത്ത് നേച്ചർ? അതിനെ അവർ തിരിച്ചു ചോദിച്ചു, അത്രയേ ഉള്ളൂ. ഹൗ ഡസ് ദ നേച്ചർ അസോസിയേറ്റ് വിത്ത് ദ പോയറ്റ്സ് സോൾ? തിരിച്ചു ചോദിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ എഴുതുമ്പോൾ ദ നേച്ചർ അസോസിയേറ്റ്സ് വിത്ത് ഹ്യൂമൻ ബീയിങ്, വിത്ത് മാൻ, ബൈ തിങ്കിങ് ദാറ്റ് the soul is linked with each other. Nature and man share the soul and they are connected. ഇത് എഴുതിയാലും മതി. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ദ റൈം സ്കീം. എ ബി. ഓക്കെ, എ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിലെ ഒരു ആക്ടിവിറ്റി, ഞാനത് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് പങ്ക്ച്വേറ്റ് ദം. പങ്ക്ച്വേഷൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ പങ്ക്ച്വേഷൻ അറിഞ്ഞിരിക്കണം, കാരണം എഡിറ്റിങ്ങിൻ്റെ പാർട്ടാണ് പങ്ക്ച്വേഷൻ. അപ്പോൾ ഇവിടെ നോക്കൂ. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് ആൻസർ അല്ല. യെസ്, ഇത് ആൻസേഴ്സ് ആണ് ഡയറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കൂ. കറക്റ്റ് ആൻസർ എങ്ങനെയാണ്? ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. അപ്പോൾ ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുക സെൻറ്റൻസ്, ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുക. ഓൾഡർ ദാൻ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. ദാൻ എന്ന് പറയുന്നത് ഒരു കൺജങ്ഷൻ ആണ്. അഡ്ജക്റ്റീവ്സിൽ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് യൂസ് ചെയ്യുന്ന ഒരു കൺജങ്ഷൻ ആണ് ദാൻ. പിന്നെ ഐ സോ എ കോബ്ര ആൻഡ് എ മംഗൂസ് ഫൈറ്റിംഗ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ 2 സെൻറ്റൻസ് ആയിട്ട് തരും. ഐ സോ എ കോബ്ര ഫുൾ സ്റ്റോപ്പ്, ഐ സോ എ മംഗൂസ് ഫൈറ്റിംഗ്. അപ്പോൾ 2 എണ്ണം തരുമ്പോൾ ഐ സോ എ കോബ്ര ആൻഡ് എ മംഗൂസ് ഫൈറ്റിംഗ്. അടുത്തത് വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കണം. വാട്ട് എന്നുള്ളതിന് ക്യാപിറ്റലിൽ എഴുതുകയും വേണം, സൈറ്റ് കഴിഞ്ഞ് എക്സ്ക്ലമേഷൻ മാർക്ക്. പിന്നെ വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക്? ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ. അപ്പോൾ ഇവിടെ എന്താണ്? മകനെ മരത്തിൽ നിന്നും താഴേക്ക് വരൂ. അപ്പോൾ ആ സൺ എന്ന് പറയുന്നതിന് നമ്മൾ എന്താ പറയുക? അപ്പോസിറ്റീവ് എന്ന് പറയും. അപ്പോസിറ്റീവ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോമ കൊടുക്കണം. സൺ കോമ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ. ഓക്കെ, പിന്നെ അടുത്തത് പ്ലീസ് ആൻസർ മീ.
അപ്പോൾ അവിടെ പ്ലീസിൻ്റെ പി ക്യാപിറ്റൽ ആവണം, അത് കഴിഞ്ഞ് ആൻസർ മീ കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ്. ഇത് എന്ത് ടൈപ്പാണ്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. പിന്നെ ഓ വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. അപ്പോൾ അവിടെ ഓ കഴിഞ്ഞൊരു എക്സ്ക്ലമേഷൻ കൊടുക്കണം, അതൊരു എക്സ്ക്ലമേറ്ററി വേർഡ്, ഇൻ്റർജെക്ഷൻ ആണ്. ഓക്കെ, വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ, വീണ്ടും എക്സ്ക്ലമേഷൻ കൊടുക്കണം, വാട്ട് ക്യാപിറ്റലൈസ് ചെയ്യുകയും വേണം. ലാസ്റ്റ് വൺ, വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യൻ പ്രകൃതിക്ക് എന്താണ് ചെയ്തത്, കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത് പങ്ക്ച്വേഷൻസ് വെച്ചിട്ട് ഹൗ മെനി ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആർ ദർ ആർ ബേസിക്കലി 4 types of sentences. ഓക്കെ, പിന്നെ നമുക്കതിൽ ഡിഫറൻസ് പറയുന്നുണ്ട്. യാ, ആർ ദർ 2 types of sentences in the above set that end in a full stop. തന്നെ എൻഡ് ചെയ്യുന്ന 2 തരം സെന്റൻസുകൾ നമ്മൾ പഠിച്ചു. അത് ഏതൊക്കെയാണ്? ഡിക്ലറേറ്റീവ് ആൻഡ് ഇംപറേറ്റീവ്സ്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസേർട്ടീവ് സെന്റൻസസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസസ്. Okay, so based on your discussion, how many sentence types can you identify? 4 types. 4 type sentences ആണുള്ളത്. Okay, അപ്പോൾ statements, questions, imperatives and exclamations. അപ്പോൾ തന്നെ നിങ്ങളോട് പറയുന്നു 1 and 2 statements ആണ്, 5 and 6 command ആണ്. 1 and 2, yes, 1 and 2 statements. The tree was older than the house. I saw a cobra among mongoose fighting. ഇത് രണ്ടും assertive sentences. Third one exclamatory. Fourth one interrogative. Fifth one എന്താണ്? Son, get down from the tree. അതെന്താണ്? imperative, command ആണ്. പിന്നെ please answer me, അതും imperative ആണ്. Oh, what happy times those had been. അത് exclamatory. What did man do to nature? Interrogative, questions. Okay, ഇങ്ങനെയാണ് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ളതായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്, ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് ആർ കോൾഡ് അസേർട്ടീവ്, കമാൻഡ് ഓർഡർ റിക്വസ്റ്റ്സ് ആർ കോൾഡ് ഇംപറേറ്റീവ്സ്, ക്വസ്റ്റ്യൻ സെന്റൻസസ് ആർ കോൾഡ് ഇൻട്രോഗേറ്റീവ്സ്, ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ്, എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ആർ കോൾഡ് എക്സ്ക്ലമേഷൻസ്. ഓക്കെ, എക്സ്ക്ലമേറ്ററി സെന്റൻസസിലാണ് നമ്മൾ ഇന്റർജെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇന്റർജെക്ഷനുകൾ നമ്മൾ അവിടെയാണ് ഉപയോഗിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സെന്റൻസസ് അതുപോലെ തന്നിട്ട് ഇതിനതുപോലെ അഫർമേറ്റീവും നെഗറ്റീവും ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസസ്, മറ്റേത് നെഗറ്റീവ് സെന്റൻസസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയാൻ കാരണം ബേസിക്സ് ആണ്. പിന്നെ എഡിറ്റിംഗ് പോലത്തതിലൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം, അതിനാണ് ഇങ്ങനെ തരുന്നത്. അപ്പോൾ അഫർമേറ്റീവ് സെപ്പറേറ്റ്, നെഗറ്റീവ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അഫർമേറ്റീവിൽ നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവിൽ പറയുമ്പോൾ നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോ വൺ, നൺ, പിന്നെ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, നോ സൂണർ, ഫ്യൂ, ലിറ്റിൽ, ഓക്കെ, നോ ലോങ്ങർ. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ നെഗറ്റീവ് സെൻറ്റൻസസിൽ വരുന്ന ഫ്രേസസ് ആണ്. ഓക്കെ, അപ്പോൾ പോയം ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി റീഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ, ഇവിടെ കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസസ്, ഓക്കെ, കുറച്ച് ഇത് തന്നിട്ടുണ്ട്, എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ റെയർലി സ്മോക്ക്ഡ് എ പൈപ്പ്, ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് എ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സെൻറ്റൻസ് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ റെയർലി സ്മോക്ക്ഡ് എ പൈപ്പ്, ഈ പൈപ്പ് സിഗരറ്റ് പണ്ട് കാലങ്ങളിലൊക്കെ പൈപ്പിൽ സ്മോക്ക് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, പഴയ സിനിമകളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ റെയർലി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ദ മെയ്ഡ് വുഡ് ഹാർഡ്ലി ക്ലീൻ ദ ഗാർഡൻ, ജോലിക്കാരി വല്ലപ്പോഴുമേ ഗാർഡൻ ക്ലീൻ ചെയ്യാറുള്ളൂ, അതും ഒരു നെഗറ്റീവ് സെൻറ്റൻസ്. ബിക്കോസ് അവിടുത്തെ നെഗറ്റീവ് വേർഡ് എന്താണ്? ഹാർഡ്ലി. ദെൻ he could scarcely control his joy, അവിടെ ഏതായിരിക്കും നെഗറ്റീവ് വേർഡ് വരിക? ട്രൈ. ഓക്കെ, പിന്നെ നെക്സ്റ്റ്, I will seldom pray for you, അപ്പോഴേ പ്രേ ചെയ്യുള്ളൂ. So what's the negative word?
seldom, Seldom. Okay. Then there are few snakes in the garden. few, Okay. Few. അപ്പം ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി ഇല്ല, തന്നിട്ടില്ല. സെൽഡം തന്നിട്ടുണ്ട്, ഫ്യൂ തന്നിട്ടുണ്ട്, ലിറ്റിൽ ലാസ്റ്റ് വൺ. ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോണ്ട്. അപ്പോൾ ലിറ്റിൽ എന്നുള്ളത് എന്താണ്? ഒരു നെഗറ്റീവ് വേർഡാണ്. എ ലിറ്റിൽ എ ഫ്യൂ എന്ന് വന്നാൽ അത് പോസിറ്റീവ് ആണ് കേട്ടോ. എ ലിറ്റിൽ എ ഫ്യൂ പോസിറ്റീവ് ആണ്, ലിറ്റിലും ഫ്യൂവും മാത്രമാണ് നെഗറ്റീവ്. okay teacher, ഓക്കെ. ഇവിടെ അതുപോലെ നോക്കുക. റീറൈറ്റ് ദ ഗിവൺ സെന്റൻസസ് ഇൻ ടു നെഗറ്റീവ് സെന്റൻസസ് യൂസിങ് ദ വേർഡ്സ് ദാറ്റ് യു ഹാവ് ഐഡന്റിഫൈഡ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റീഡ് ദെയർ ടെക്സ്റ്റ് ബുക്സ് അറ്റ് ഹോം. ഇതിനെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കി കൺവേർട്ട് ചെയ്യാം? ട്രൈ ചെയ്ത് നോക്കാം ഈ ആക്ടിവിറ്റി. എങ്ങനെയാണ് വരിക? മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റീഡ് ദെയർ ടെക്സ്റ്റ് ബുക്സ് അറ്റ് ഹോം. ഇതിനെ നെഗറ്റീവ് ആക്കി പറയണം. ഇങ്ങനെ പറയും. ട്രൈ ചെയ്ത് നോക്കൂ. വായിക്കില്ല എന്നാക്കണം നമ്മൾ. വായിക്കും എന്നുള്ളതിനെ വായിക്കില്ല എന്ന് നമ്മൾ മാറ്റണം. അപ്പൊ എന്താ ചെയ്യാം? മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഡു നോട്ട് റീഡ് ദെയർ ടെക്സ്റ്റ് ബുക്സ് അറ്റ് ഹോം. പിന്നെ ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്സ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാൻ പറ്റും? ഒന്ന് ഞാൻ പറഞ്ഞു തന്നല്ലേ, ബാക്കിയുള്ളത് നിങ്ങൾ പറയൂ. ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്സ്. നിങ്ങൾക്ക് തന്നെ ഓണായിട്ട് ചെയ്യാം. പിന്നെ അടുത്തത് ഇറ്റ് റെയിൻസ് ഹെവിലി. അതിൻ്റെ നെഗറ്റീവ് ഇറ്റ് ഡസ് നോട്ട് റെയിൻ ഹെവിലി. ഇറ്റ് ഡസ് നോട്ട് റെയിൻ ഹെവിലി. പിന്നെ ദ സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. അതിൻ്റെ നെഗറ്റീവ് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. അടുത്തത് ദ ബോയ്സ് പ്ലേ ഓൺ ദ ഗ്രൗണ്ട്. അതേപോലെ ഐ റൈറ്റ് ലെറ്റേഴ്സ് ടു മൈ ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഐ ഡോണ്ട് റൈറ്റ് ലെറ്റേഴ്സ് ടു മൈ ഫ്രണ്ട്സ്. ഒന്നിനും നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി വെച്ചിട്ട് ആ രീതിയിലും എഴുതാം. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹാർഡ്ലി റീഡ് ടെക്സ്റ്റ് ബുക്സ് അറ്റ് ഹോം, അങ്ങനെ പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അവർ വായിക്കില്ല എന്ന് തന്നെയാണ്. പിന്നെ ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്സ്. ദ ബോയ്സ് റെയർലി അല്ലെങ്കിൽ സെൽഡം ഡു ഡെയറിങ് ടാസ്ക്സ്. പിന്നെ ഇറ്റ് റെയിൻസ് ഹെവിലി. അവിടെ നമുക്ക് ഇറ്റ് സെൽഡം റെയിൻസ് ഹെവിലി. പിന്നെ the students have completed their work. But the students have few students have completed their work. അങ്ങനെ പറയാം. പിന്നെ the boys play on the ground. അവിടെ എന്ത് പറയാം നമുക്ക്? the boys ന് പകരം few boys play on the ground. പിന്നെ I write letters to my friends. അവിടെ നമുക്ക് എങ്ങനെ പറയാം? I rarely write letters to my friends. അല്ലെങ്കിൽ ഐ സെൽഡം റൈറ്റ് ലെറ്റേഴ്സ് ടു മൈ ഫ്രണ്ട്സ്. നോക്കൂ, ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹാർഡ്ലി റീഡ് ടെക്സ്റ്റ് ബുക്സ്. ദ ബോയ്സ് റെയർലി ഡു ഡെയറിങ് ടാസ്ക്സ്. ഇറ്റ് സെൽഡം റെയിൻസ് ഹെവിലി. ഫ്യൂ സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. ദ ബോയ്സ് സെൽഡം പ്ലേ ഓൺ ദ ഗ്രൗണ്ട്. ഐ സ്കാർസ്ലി റൈറ്റ് ലെറ്റേഴ്സ് ടു മൈ ഫ്രണ്ട്. ഓർ ഐ റെയർലി റൈറ്റ് ലെറ്റേഴ്സ് ടു മൈ ഫ്രണ്ട്സ്. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിന്നെ അഫർമേറ്റീവ്, നെഗറ്റീവ് റീറൈറ്റ് ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻറ്റണിംസ്. ഓക്കെ, വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. റീറൈറ്റ് ദ ഫോളോയിങ് അഫർമേറ്റീവ് സെൻറ്റൻസസ് ആസ് നെഗറ്റീവ് സെൻറ്റൻസസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ മീനിങ്. ദാറ്റ് ഈസ് ദിസ് മൈറ്റ് ഇൻവോൾവ് റീപ്ലേസിങ് എ വേർഡ് വിത്ത് ഇറ്റ്സ് ആൻറ്റണിം. അതായത് ആൻറ്റണിംസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ. അതായത് ഇവിടെ നോക്കുക, സെൻറ്റൻസസ് കണ്ടെയ്നിങ് നെവർ ആർ ട്രീറ്റഡ് ആസ് നെഗറ്റീവ് സെൻറ്റൻസസ്. ഞാൻ പറഞ്ഞല്ലോ, നെവർ എന്നുള്ളതൊരു നെഗറ്റീവ് വേർഡാണ്. നെവർ വരുന്നതൊക്കെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് സെൻറ്റൻസുകളെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റണം. അതിപ്പോൾ നമുക്ക് എങ്ങനെ പറ്റും? നമുക്ക് ഓപ്പോസിറ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ജാക്ക് ഓൾവേസ് അഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്. ഇതിനെ നമുക്ക് എന്താ പറയുക, ഓൾവേസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓൾവേസ് ഓപ്പോസിറ്റ് എന്താ? നെവർ. നെവർ. ഓക്കെ. അപ്പോൾ ജാക്ക് നെവർ അഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്. പിന്നെ അടുത്തത്, ഹി ഡ്രൈവ്സ് ഹിസ് കാർ വെരി കെയർഫുള്ളി. അപ്പോൾ കെയർഫുള്ളി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് കെയർലെസ്ലി. ഹി ഡ്രൈവ്സ് ഹിസ് കാർ വെരി കെയർലെസ്ലി. പിന്നെ സ്റ്റെല്ല ഇസ് പ്രെറ്റിയർ ദാൻ മേരി. അപ്പോൾ സ്റ്റെല്ല
is prettier than Mary. മേരീനെക്കാട്ടിലും സ്റ്റെല്ല prettier ആണ്. അപ്പോൾ തിരിച്ചു പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? മേരി is less prettier than സ്റ്റെല്ല. മേരി സ്റ്റെല്ലേനെക്കാട്ടിലും ഭംഗി കുറവാണ്. അതിനപ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് പറയണം. ഓക്കെ, ദേ ഹാവ് അക്സെപ്റ്റഡ് ദ ഇൻവിറ്റേഷൻ. അപ്പോൾ ദേ ഹാവ് റിജക്റ്റഡ് ദ ഇൻവിറ്റേഷൻ. അക്സെപ്റ്റഡിൻ്റെ ഓപ്പോസിറ്റ് റിജക്റ്റഡ്. പിന്നെ എ ഫോക്സ് ഇസ് ക്ലെവറർ ദാൻ എ ജാക്കൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ജാക്കൽ ഇസ് ലെസ് ക്ലെവറർ ദാൻ എ ഫോക്സ്. അല്ലെങ്കിൽ എ ഫോക്സ് ഇസ് ക്ലെവറർ ദാൻ എ ജാക്കൽ. നേരെ തിരിച്ചു പറയാം, എ ജാക്കൽ ഇസ് ഫൂളിഷ് ദാൻ എ ഫോക്സ്. അങ്ങനെയും പറയാം. ദിസ് ഷോപ്പ് സെൽസ് എക്സ്പെൻസീവ് ആർട്ടിക്കിൾസ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ചീപ്പ്. ദിസ് ഷോപ്പ് സെൽസ് ചീപ്പ് ആർട്ടിക്കിൾസ്. പിന്നെ ഷീ ഓൾവേസ് കീപ്സ് ഹെർ റൂം ടൈഡി. ടൈഡീൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ടൈഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ടൈഡി? എന്താണ് ടൈഡി? എന്താണ്? ആർക്കും കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? വാട്ട് ഈസ് ടൈഡി? ഓക്കെ, ടൈഡിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഓക്കെ, നെക്സ്റ്റ് വൺ. ഹി ഈസ് പൊളൈറ്റ് ടു എവ്രി വൺ. ഓപ്പോസിറ്റ് ഓഫ് പൊളൈറ്റ് ഇസ് ഇംപൊളൈറ്റ്. ഹി ഈസ് ഇംപൊളൈറ്റ് ടു എവ്രി വൺ. നെക്സ്റ്റ് ഇസ് ഹി ഈസ് വെരി ഇൻഡസ്ട്രിയസ്. ഇൻഡസ്ട്രിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി ഈസ് വെരി എനർജറ്റിക് എന്നുള്ള മീനിങ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഇൻഡസ്ട്രിയസ് എന്നുള്ളതിന്? ഹി ഈസ് നോട്ട് എനർജറ്റിക്, ഇൻആക്റ്റീവ് എന്ന് പറയാം. ഹി ഈസ് വെരി ഇൻആക്റ്റീവ്. Then he is always late for his class. അപ്പോൾ നമ്മൾ അതിന് ഇത് പറയുമ്പോൾ he is always earlier for his class. ഓക്കെ, ടൈഡി എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത്. ടൈഡി എന്ന് പറഞ്ഞാൽ നീറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അൺടൈഡി. അൺടൈഡി. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്കിപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നൗൺ, ഓക്കെ, നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ഈ ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൗ ടു ഐഡൻറ്റിഫൈ എ നൗൺ ഫ്രേസ് ആൻഡ് എ വേർബ് ഫ്രേസ്. ശ്രദ്ധിക്കുക, ദ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. അതാണൊരു സെൻറ്റൻസ്. സെൻറ്റൻസിനെ നമുക്ക് 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം, നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ് ആയിട്ട്. നൗൺ ഫ്രേസ് എന്താണ്? ദ ബോയ്സ്. വേർബ് ഫ്രേസ് എന്താണ്? ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പോൾ ആരാണ് കളിക്കുന്നത്? അവരാണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ ഫ്രേസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ദ ബോയ്സ് എന്ന് പറയുന്നതിന് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നു. ഇതിനെ വീണ്ടും നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ആർട്ടിക്കിൾ പ്ലസ് ഹെഡ് നൗൺ. ആർട്ടിക്കിൾ എന്താണ്? ദ ഒരു ആർട്ടിക്കിളാണ്. ഹെഡ് നൗൺ എന്താണ്? ഇവിടുത്തെ മെയിൻ നൗൺ ബോയ്സ്. അതേപോലെ ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്, അതിനെ പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേർബും ഒബ്ജക്റ്റും കൂടെ ചേർന്നതാണ് വേർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇവിടെ അതേപോലെ ഒരു എക്സാമ്പിൾ, ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ വാസ് ഹെൽപ്ലെസ്. ഇവിടെ ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ നൗൺ ഫ്രേസ്, വാസ് ഹെൽപ്ലെസ് വേർബ് ഫ്രേസ്. ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ, ഇവിടെ ഗ്രാൻഡ് ഫാദർ, ദ ആർട്ടിക്കിൾ, ഓൾഡ് അഡ്ജക്റ്റീവ്, ഗ്രാൻഡ് ഫാദർ ഹെഡ് നൗൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, എ നൗൺ ഫ്രേസ് ക്യാൻ എയ്തർ ബി എ സിംഗിൾ വേർഡ് ഓർ മോർ ദാൻ 1 വേർഡ്. നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ഒരു ഒറ്റ വേർഡ് ആകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേർഡ്സുകൾ. ഹെഡ് നൗൺ അല്ലാണ്ട് ഒരു മോഡിഫയർ, ഒരു അഡ്ജക്റ്റീവ്. മോഡിഫയർ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് പിന്നെ ആർട്ടിക്കിളൊക്കെ വരുന്നതുമാകും. സോ ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ് ആൻഡ് ഇറ്റ്സ് മോഡിഫയേഴ്സ് ഫ്രം ദ ഫോളോവിങ് സെൻറ്റൻസസ്. ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The magnificent old banyan tree was mine. Magnificent എന്ന് പറഞ്ഞാൽ something which is big, huge. The magnificent old banyan tree was mine. ഇവിടെ noun phrase ഏതാണ്? The magnificent old banyan tree. Modifier എന്താണ്? Magnificent old. ഇത് രണ്ടുമാണ് modifiers. The എന്നുള്ളത് article, magnificent old adjectives, banyan tree noun. അടുത്തത് നോക്കൂ. An old tree was the center of attraction. An old tree noun phrase ആണ്. An ഒരു article, old adjective, tree head noun. മറ്റേത് verb phrase. Was the center of attraction എന്നുള്ളത് verb phrase. അടുത്തത്, the cobra was a skillful and experienced fighter. The cobra
അതാണ് നൗൺ ഫ്രേസ്. ദ എന്നുള്ളത് ആർട്ടിക്കിളും കോബ്ര എന്നുള്ളത് ഹെഡ് നൗണും. ദ സ്മോൾ റെന്റഡ് റൂം വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ദ സ്മോൾ റെന്റഡ് റൂം, ദ ആർട്ടിക്കിൾ, സ്മോൾ അഡ്ജക്റ്റീവ്, റെന്റഡ് എന്നുള്ളതും വീണ്ടും അഡ്ജക്റ്റീവ്. ഓക്കെ, റൂം എന്നുള്ളത് ഹെഡ് നൗണ്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് എ ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾ റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. എ ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾ എന്ന് പറയുന്നത് അവിടുത്തെ നൗൺ ഫ്രേസ്. എ ആർട്ടിക്കിൾ, ലോങ് അഡ്ജക്റ്റീവ്, സപ്പോർട്ടിംഗ് എന്നുള്ളതും ഒരു അഡ്ജക്റ്റീവ് തന്നെയാണ്. ഗാബിൾ എന്നുള്ളത് ഒരു നൗണാണ്. ഓൺ ദ ബീം ഓവർ ദ വാൾ എന്നുള്ളത് എന്താണ്? അവിടുത്തെ വേർബ് ഫ്രേസ് ആണ്. നൗ വേർഡ്സ് ദാറ്റ് ക്യാൻ മോഡിഫൈ എ നൗൺ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വേർഡ്സിനാണ് ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുക? മോഡിഫയേഴ്സ് ആയിട്ട് നമുക്ക് ആരൊക്കെ യൂസ് ചെയ്യാം? ആർട്ടിക്കിൾസിന് പറ്റും, എ ആൻഡ് ദ. പൊസസീവ്സിന് പറ്റും. പൊസസീവ്സ് ഗ്രാൻഡ് ഫാദേഴ്സ്, ഫാദേഴ്സ്, മദേഴ്സ്, അമ്മയുടെ, അച്ഛൻ്റെ, അനിയൻ്റെ, ചേച്ചിയുടെ എന്നൊക്കെ പറയില്ല, അതിനെയാണ് പൊസസീവ്സ് എന്ന് പറയുന്നത്. എൻ്റെ, നിൻ്റെ, അവൻ്റെ, ഹിസ്, ഹെർ, മൈ, യുവർ, ദെയർ, ഇതൊക്കെ. ഡെമോൺസ്ട്രേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഡെമോൺസ്ട്രേറ്റീവുകൾക്ക് പറയും. ഇപ്പോൾ ദിസ് ഫ്ലവർ, ദാറ്റ് മാൻ, ദീസ് പീപ്പിൾ, ദോസ് ബുക്സ്. അപ്പോൾ അവിടെ ഡെമോൺസ്ട്രേറ്റീവ്സുകളൊക്കെ എന്താണ്? അവിടെ മോഡിഫയറുകളാണ്. അഡ്ജക്റ്റീവ്സ് മോഡിഫയേഴ്സ് ആണ്. നമ്മൾ നോക്കി ന്യൂമറൽസ് 1 2 3 4 5. പിന്നെ ഓർഡിനൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയില്ലേ, അതിനെ ഓർഡിനൽസ് എന്ന് പറയും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ലാസ്റ്റ്, നെക്സ്റ്റ്, അതൊക്കെ. പിന്നെ ക്വാണ്ടിഫയേഴ്സ് എന്തൊക്കെയാണ്? ഓൾ, സം, ഫ്യൂ, മെനി, ലിറ്റിൽ, എക്സെട്ര. അതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ആർട്ടിക്കിൾസ്, പൊസസീവ്സ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ്സ്. ഇവർ മൂന്ന് പേരെയും നമ്മൾ ഒരുമിച്ചുള്ള പേരാണ് ഡിറ്റർമിനേഴ്സ്. ഇവരെ നമുക്ക് ഒരുമിച്ച് എന്ത് പറയാം? ഡിറ്റർമിനേഴ്സ് എന്ന് പറയും. Sometimes a quantifier can appear before a determiner also. In that case, we will call it a predeterminer. For example, all the students. അവിടെ all the students. അപ്പോൾ all എന്താണ്? ഒരു ക്വാണ്ടിഫയർ ആണ്. the എന്നുള്ളത് ഒരു ആർട്ടിക്കിൾ ആണ്. സ്റ്റുഡൻസ് എന്നുള്ളത് നമ്മുടെ മെയിൻ ഹെഡ് നൗൺ ആണ്. അപ്പോൾ ഈ ദ എന്നുള്ള ആർട്ടിക്കിൾ ഒരു ഡിറ്റർമിനർ അല്ലേ? ആർട്ടിക്കിൾസിനെ നമ്മൾ ഡിറ്റർമിനേഴ്സ് എന്നും പറയാം. അപ്പോൾ ഡിറ്റർമിനറിൻ്റെ മുന്നിൽ വരുന്ന ക്വാണ്ടിഫയർ ഓൾ എന്ന് നമ്മൾ എന്ത് പറയുന്നു? പ്രീ ഡിറ്റർമിനർ എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, സം ഓഫ് ദി ബുക്സ്. ബുക്സിന് ഹെഡ് നൗൺ, അതിൻ്റെ മുന്നിൽ ദ ആർട്ടിക്കിൾ ഡിറ്റർമിനർ ആണ്. അതിൻ്റെ മുന്നിൽ സം ഓഫ് എന്ന് പറയുന്നുണ്ട്. ആ സം ഓഫിനെ നമുക്ക് എന്ത് പറയാം? ക്വാണ്ടിഫയർ എന്നും പറയാം, പ്രീ ഡിറ്റർമിനർ എന്നും പറയാം. പിന്നെ ലാസ്റ്റിൽ നിങ്ങൾക്ക് വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രൊഫൈൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഓരോ സ്റ്റാൻസ വൈസ് മീനിങ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ HSS ഗുരു എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ മീനിങ്സ് തന്നിട്ടുണ്ട്, പ്രത്യേകമായിട്ട് നോക്കണം. ബ്ലെൻഡഡ് എന്ന് പറഞ്ഞാൽ മിക്സഡ് എന്നുള്ള മീനിങ് ആണ്. ഗ്രോവ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ. സേറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റ്, ഇരുന്നു എന്നുള്ള മീനിങ്. റിക്ലൈൻഡ്, റെസ്റ്റഡ്. ഗ്രീവ്ഡ്, പെയിൻഡ്. പിങ്ക് റോസ് എന്ന് പറഞ്ഞാൽ ഒരു പേൽ യെല്ലോ റോസ്, ഒരു ഇളം മഞ്ഞയിൽ നിറത്തിലുള്ള ഒരു റോസിനെയാണ് പറയാം. ടഫ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടം, ബഞ്ചസ്. ബോവർ, പെരിവിങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു 5 ഇതളുള്ള ഒരു നീല പുഷ്പം. റീത്ത് എന്ന് പറഞ്ഞാൽ റീത്ത്, നമ്മൾ മലയാളത്തിൽ പറയുന്ന റീത്തുകൾ. ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ്. ലാമെന്റിംഗ് എന്ന് പറഞ്ഞാൽ കരയുക, ടു ക്രൈ ഓർ ഫീൽ സോറി ഫോർ സംതിങ്. ഇത്രയുമാണ് നിങ്ങൾ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഈ ലിങ്കും അതേപോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് തരാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം നാളത്തെ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്? ഫ്രേസൽ വേർബ്സ് ആയിരിക്കും. എൻ്റെ മൈൻഡിൽ ഫ്രേസൽ വേർബ്സ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ചെയ്തതിന് ശേഷം ഫ്രേസൽ വേർബ്സും കൂടെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, മറ്റുള്ള പോയംസ് ഒന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഈ 2 പോയംസ് ആയിരിക്കും കൂടുതൽ നമുക്ക് പോയം കോംപ്രിഹെൻഷന് ചോദിക്കുക. Okay students, so we will meet tomorrow at